ദുരിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ദൂരേക്കുള്ള പ്രയാണങ്ങൾക്കൊടുവിൽ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള നൂലിൽ നിൽക്കുമ്പോൾ ആത്മഹത്യ ഒന്നിൻ്റെയും അവസാനമല്ല. ജീവിതത്തിൻ്റെ അതിർത്തിയിൽ രക്ഷാമാർഗം പോലെ തെളിഞ്ഞു വരുന്ന നാളത്തെ ശുഭപ്രതീക്ഷയായ ഒറ്റയടിപ്പാതയിലൂടെ അയാൾ യാത്ര തുടരുന്നു. കലാമൂല്യമുള്ളവന്റെ ജനപ്രിയ സിനിമ. നീയാണോടാ സംവിധായകൻ? നിന്നെ കൊണ്ട് ആരും ഇനിയൊരു പ്രൊജക്ട് ചെയ്യിക്കില്ല. കണ്ടിറങ്ങിയത് 60 പേര്, പോയത് എന്റെ 3.5 കോടി. എന്റെ ഫിലിം കരിയറിൽ ഇതുപോലൊരു പരാജയം. ഇനി നിന്നെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് ഞാനെന്നല്ല ഒരു പ്രൊഡ്യൂസറും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സംവിധായകന്റെ വേഷം ഇനി നീ കെട്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ചാറ്റൽമഴ നനയാൻ ഡാഡ്സിന് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എന്നോടൊപ്പം. പക്ഷേ ഡാഡ്സ് ഇന്നീ മഴ. ഡാഡ്സ് വീണ്ടും വീണ്ടും ഒരു ഫ്ലോപ്പ്. നോ, നെവർ. ഡാഡ്സ്, തന്റെ സിനിമാ മോഹം കാരണം നശിക്കുന്നത് നമ്മൾ മോഹിച്ച നമ്മുടെ ജീവിതമാണ്. Try to understand. You're a failure in your industry and family. Varna, I feel bad. I don't know why I am like this. അത്രയ്ക്ക് മാത്രം സ്നേഹിച്ചു പോയി നിന്നെയും ഒപ്പം സിനിമയും. വലിച്ചിഴക്കരുതായിരുന്നു നിന്നെ എൻ്റെ ഈ ജീവിതത്തിലേക്ക്. വർണ്ണ, ഒരു തീരുമാനമെടുത്ത് ഞാൻ ശേഷിക്കുന്ന ജീവിതകാലം അത്രയും വേദനിപ്പിക്കുന്ന തന്നെ അത്. എൻ്റെ സിനിമാ മോഹത്തെ കൊല്ലാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പോയാലും നിന്നെ സ്നേഹിക്കാൻ നിന്നെ കാത്തിരിക്കുന്ന നിന്റെ അച്ഛനും അമ്മയുണ്ടാവും.
കടലിനെ കീറി മുറിച്ച് പായുന്ന കാറ്റ്. ഞാനും നീയും എന്ന തീരത്തെ തിരയായി പിന്തുടരുകയാണ്. ആശകളും ആശയങ്ങളും സ്വപ്നങ്ങൾക്കൊപ്പം എൻ്റെ വിഴുപ്പ് ഭാണ്ഡങ്ങളിലേറി ദുർഗമങ്ങളായ വഴിയിലൂടെ എന്നോടൊപ്പം ഇരുട്ടിലേക്ക്. അതെ, കഴിഞ്ഞ രാത്രികളിൽ ഇരുട്ടിന് തടവറയിൽ മരണം എന്നെ മുട്ടിവിളിച്ചു. ഞാനും നീയും അറിഞ്ഞില്ല ഈ യൗവനം ഇത്രമേൽ ക്ഷണിക തീഷ്ണമാണെന്ന്. എൻ്റെ സാന്ദ്ര സൗന്ദര്യമേ, നീ വിതുമ്പുകയാവും. എനിക്കറിയാൻ കഴിയുന്നു കഴിഞ്ഞ ഇരുണ്ട രാത്രിയിലെ കണ്ണീരിൻ്റെ നനഞ്ഞ സ്പർശം. ആ സ്പർശവും പേറി ജീവിതത്തിൻ്റെ അതിർത്തിയിൽ എൻ്റെ വഴിയൊടുങ്ങുന്നു നിശബ്ദമായി. സാർ സാർ സാറെന്താ ഇവിടെ? ഓ, വെറുതെ. സാറിന് എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. സാറിനറിയോ, കഷ്ടപ്പാടും പ്രാരാബ്ദങ്ങളും കാരണം നിവർത്തിയിട്ട് ഒരു തിയേറ്ററിൽ കയറി വിഷം കഴിച്ച് കൊടുക്കാമെന്ന് കരുതിയതാണ് ഞാൻ. അന്ന് ചത്തിരുന്നെങ്കിൽ എൻ്റെ കുടുംബം. അന്ന് ഞാൻ കണ്ട സാറിൻ്റെ സിനിമയാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചേ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സാറ് മാത്രം. സാറിന് തരാൻ എൻ്റെ മറ്റൊന്നുമില്ല. ഇതിരിക്കട്ടെ സാർ, നാളത്തെ ഭാഗ്യക്കുറിയ. പോട്ടെ സാർ. വർണ്ണ, വർണ്ണ, വർണ്ണ.